ഈശ്വരൻ സർവ്വവ്യാപിയാണ്, തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പുന്നത്? വെറുമൊരു കല്ലിലാണോ നമ്മൾ ദൈവത്തെ കാണുന്നത്? സനാതനധർമ്മത്തിലെ വിഗ്രഹാരാധനയ്ക്ക് പിന്നിലുള്ള അത്ഭുതകരമായ കാരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്. രൂപമില്ലാത്ത ഒരു പരമാത്മാവിനെ ധ്യാനിക്കുക എന്നത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല. ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പ് എയ്യാൻ ഒരു ടാർഗറ്റ് വേണ്ടതുപോലെ നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിൽ ഉറപ്പിക്കാൻ വിഗ്രഹം സഹായിക്കുന്നു. ഒരു ടെലിഫോൺ ഉപകരണം ഉണ്ടെങ്കിലേ നമുക്ക് ഒരാളെ വിളിക്കാൻ കഴിയൂ എന്നതുപോലെ പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെടാനുള്ള ഒരു മാധ്യമമാണ് വിഗ്രഹം. നമ്മൾ ഒരു ഫോട്ടോ കാണുമ്പോൾ അതിലെ കടലാസിനെയല്ല സ്നേഹിക്കുന്നത്, അതിലുള്ള വ്യക്തിയെയാണ്. അതുപോലെ വിഗ്രഹം ഒരു സിംബൽ മാത്രമാണ്. വിഗ്രഹത്തിലൂടെ നമ്മൾ ആരാധിക്കുന്നത് ആ വിഗ്രഹം പ്രതിനിധീകരിക്കുന്ന ഭഗവാനെയാണ്. ഒരു രാജ്യത്തിന്റെ പതാക എന്നത് വെറുമൊരു തുണിക്കിഷ്ണമല്ല, അത് ആ രാജ്യത്തിന്റെ അന്തസ്സിനെയും പാരമ്പര്യത്തെയും ജനതയെയും പ്രതിനിധീകരിക്കുന്നു. ഒരു പൗരൻ തന്റെ പതാകയെ വണങ്ങുമ്പോൾ അവൻ ആ തുണിയെയല്ല, തന്റെ രാജ്യത്തെയാണ് വണങ്ങുന്നത്. അതുപോലെ തന്നെയാണ് വിഗ്രഹാരാധനയും. വിഗ്രഹം വെറുമൊരു കല്ലല്ല, അത് പ്രപഞ്ചനാഥന്റെ ഒരു പ്രതീകമാണ്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ വെറുമൊരു ശിലയല്ല, ശാസ്ത്രീയമായ വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠ നടത്തിയവയാണവ. മന്ത്രങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തെ ആ ശിലയിലേക്ക് ആവാഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് സമാധാനവും പോസിറ്റിവിറ്റിയും അനുഭവപ്പെടുന്നത്. വിഗ്രഹാരാധന എന്നത് ഒരു തുടക്കം മാത്രമാണ്. വിഗ്രഹത്തിൽ ദൈവത്തെ കണ്ടു തുടങ്ങി, പിന്നീട് സകല ചരാചരങ്ങളിലും ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരണം. അതാണ് ഭക്തിയുടെ ലക്ഷ്യം.